ചരിത്രവും വ്യക്തികളും ദൈവപുത്രനായ ഈശോയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, കുറ്റമില്ലാത്തവനായിട്ടും അവനെ കുറ്റക്കാരനായി വിധിച്ചതാണ്. മുൾമുടി അണിഞ്ഞു നിൽക്കുന്ന, രക്തം ചിന്തി നിൽക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് എന്നോടൊപ്പം ഒന്ന് നോക്കുക. ആ മുഖം ഇന്നും നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നില്ലേ? മാനസിക രോഗികളായവരെ അത് മറച്ചു വെച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് അയച്ചപ്പോൾ ഒരു പങ്കാളി അതിനിരയായി തീരുകയായിരുന്നു. മയക്കുമരുന്നിനടിപ്പെട്ട് ജീവിത പങ്കാളിയെ വേട്ടയാടുന്നവർ ഉണ്ട്. ബാല്യങ്ങൾ പിച്ചി ചീന്തുന്ന കാമഭ്രാന്തന്മാരുണ്ട്. ഇവിടെയൊക്കെ നിസ്സഹായരാകപ്പെടുന്നവരിൽ, ഇരകളാക്കപ്പെടുന്നവരിൽ ഈ മുഖമാണ് നമ്മൾ കാണുക. ഈശോയുടെ മുൾമുടി അണിഞ്ഞ മുഖം, കുറ്റമില്ലാത്തവനായിട്ടും കുറ്റക്കാരനായി വിധിക്കപ്പെട്ട മുഖം. അങ്ങനെയുള്ള സഹജീവികളെ നമുക്ക് ഓർമ്മിക്കാം. അവർക്ക് വേണ്ടി കൈകോർക്കാം. അവർക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം.